ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ മിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നുള്ളത്. സ്ഥിരമായി ഒന്നുകിൽ എസ്സേ ചോദിക്കുന്ന അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്രോച്ചസ് ടു ഡിറ്റർമൈൻ വർക്കിംഗ് ക്യാപിറ്റൽ മിക്സ്. ഏതൊക്കെയാണ് ആ അപ്രോച്ചസ്, എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മിക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ പഠിക്കാനുള്ള 3 അപ്രോച്ചസ് ആണ്. ഒന്ന് ഹെഡ്ജിങ് അപ്രോച്ച്, 2 കൺസർവേറ്റീവ് അപ്രോച്ച്, മൂന്നാമത്തത് അഗ്രസീവ് അപ്രോച്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഹെഡ്ജിങ് അപ്രോച്ച് എന്താ നോക്കാം. ഹെഡ്ജിങ് അപ്രോച്ചിൻ്റെ മറ്റൊരു പേര് മാച്ചിങ് അപ്രോച്ച് എന്നാണ്. അപ്പോൾ ഈ മാച്ചിങ് എന്നുള്ള വാക്ക് വരാനുള്ള കാരണം ഇതിൽ ഫണ്ടുകൾ തമ്മിൽ അതിൻ്റെ അസറ്റിൻ്റെ നേച്ചർ മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. Okay. According to this approach, the maturity of the source of the funds should match the nature of asset to be financed. നമ്മൾ ഏതൊക്കെ അസറ്റ് ഉപയോഗിച്ചിട്ടാണോ ഫിനാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ നേച്ചർ എന്താണ്, നിർബന്ധമായിട്ട് എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. അതായത് ഇതിൽ നമ്മൾ സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിൻ്റെ മെച്യൂരിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ കണ്ടുവച്ചിട്ടുള്ള അസറ്റിൻ്റെ നേച്ചറും എന്തായിരിക്കണം, മാച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. ദ ഹെഡ്ജിങ് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ് ലോങ് ടേം ഫണ്ട് ഷുഡ് ബി യൂസ്ഡ് ടു ഫിനാൻസ് ദ ഫിക്സ്ഡ് പോർഷൻ ഓഫ് കറണ്ട് അസറ്റ്സ് റിക്വയർമെന്റ്. അതായത് ഈ ഹെഡ്ജിങ് അപ്രോച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ടേം ഫണ്ടുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഫിനാൻസ് ചെയ്യാൻ കൂടുതലും ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് എങ്ങനത്തെ, യൂസ്ഡ് ടു ഫിനാൻസ് ദ ഫിക്സ്ഡ് പോർഷൻ ഓഫ് കറണ്ട് അസറ്റ് റിക്വയർമെന്റ്സ്. കറണ്ട് അസറ്റ് റിക്വയർമെന്റുകളുടെ പോർഷൻസ് ഫുൾഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്, ലോങ് ടേം ഫണ്ട്സ് ആണ് ഏറ്റവും നല്ലത് എന്നാണ് ആര് സജസ്റ്റ് ചെയ്യുന്നത്, ഹെഡ്ജിങ് അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീസണൽ വേരിയേഷൻസ്, അതായത് ലോങ് ടേം അല്ലാത്ത സീസണൽ ടെമ്പററി വേരിയേഷൻസിൽ വരുന്നത്, അതിന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പെർമനന്റ് ഫിനാൻസിങ്ങിന് പുറമെ ഓവർ ആൻഡ് എബോവ് ദ പെർമനന്റ് ഫിനാൻസിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ലത് ഷോർട്ട് ടേം ഫണ്ടുകളാണ്. മനസ്സിലായല്ലേ? അതായത് കറണ്ട് അസറ്റ് റിക്വയർമെന്റിന് ഏറ്റവും നല്ലത് ലോങ് ടേം ഫണ്ടും അതുപോലെ തന്നെ സീസണൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ടെമ്പററി വേരിയേഷൻസിന് വരുന്ന ഫണ്ടുകൾ, അതായത് നമ്മൾ ചെലവാക്കാൻ ഉദ്ദേശിച്ച പെർമനന്റ് ഫിനാൻസിങ്ങിന് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ലോങ് ടേം ഫണ്ടിന് പുറമെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ ടെമ്പററി അല്ലെങ്കിൽ സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ആവശ്യങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഫിനാൻസ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ടുകളാണ്. ക്ലിയർ? അപ്പം ഈ ഹെഡ്ജിങ് അപ്രോച്ച് ശരിക്കും എന്താണ്, ഡിവൈഡ്സ് ദ റിക്വയർമെന്റ് ഓഫ് ടോട്ടൽ ഫണ്ട്സ് ഇൻ ടു പെർമനന്റ് ആൻഡ് സീസണൽ കമ്പോണൻസ് ഈച്ച് ബീങ് ഫിനാൻസ്ഡ് ബൈ ഡിഫറെന്റ് സോഴ്സസ്. അപ്പം ഇത് ഹെഡ്ജിങ് അപ്രോച്ച് ശരിക്കും എന്താണ്, ഈ ടോട്ടൽ ഫണ്ടിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പെർമനന്റ് ആൻഡ് സീസണൽ കമ്പോണൻസ്. പെർമനന്റ് കമ്പോണൻസ് ആൻഡ് സീസണൽ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഫണ്ടുകളായിട്ട്, ടോട്ടലിനെ 2 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പെർമനന്റ് ഫണ്ടുകൾക്ക് ലോങ് ടേം ഫണ്ടുകളും ടെമ്പററി കമ്പോണൻസിന് അല്ലെങ്കിൽ സീസണൽ കമ്പോണൻസിന് ഷോർട്ട് ടേം ഫണ്ടുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹെഡ്ജിങ്ങിന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും പെർമനന്റ് ആണെങ്കിൽ വേറെ സോഴ്സ് ആണ്, ടെമ്പററി അല്ലെങ്കിൽ സീസൺ ആണെങ്കിൽ അതിന് വേറെ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഗ്രാഫില് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. അതായത് ഫിക്സ്ഡ് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ എമൗണ്ടും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ശരിക്ക് ഈ പെർമനന്റ് കറണ്ട് അസറ്റുകൾക്കും ഫിക്സ്ഡ് കറണ്ട് അസറ്റും അതുപോലെ തന്നെ ആ ലൈനിൽ മുകളിൽ വരുന്നതാണ് ശരിക്കും ഇതെന്താണ്, ഈ ഏരിയ ആണെന്ത്, ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ സീസണൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ പെർമനന്റ് കറണ്ട് അസറ്റുകൾക്ക് മുകളിൽ വരുന്ന ചിലവുകൾ, ഓവർ ആൻഡ് എബവ്
പെർമനന്റ് കറണ്ട് അസറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സീസണൽ വേരിയേഷൻസ് അല്ലെങ്കിൽ സീസണൽ എന്താ ഫണ്ട്. നമുക്ക് ആവശ്യം വരുന്ന, എപ്പോഴും ആവശ്യം വരാത്ത, ഏതെങ്കിലും സീസണൽ സമയത്ത് മാത്രം കൂടുതലായിട്ട് ആവശ്യം വരുന്ന ഏരിയ എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അവിടെ വരുന്ന ഈ ഫ്ലക്ച്വേഷൻസ്, മനസ്സിലായില്ലേ? ആ ഫ്ലക്ച്വേഷൻസ് എന്താണ്? ഇത് നിരന്തരമല്ല. കാരണം എന്താണ്? ഇത് ആ സീസൺ സമയത്ത് മാത്രമേ നമുക്ക് ഉണ്ടാവുന്ന ചെലവുകളാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ ടോട്ടൽ അസറ്റ്സിന്റെ ഫ്ലക്ച്വേഷൻസിൽ എന്താണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ? ഏതാണ്? ഷോർട്ട് ടേം ഡെപ്റ്റുകളാണ്, മനസ്സിലായില്ലേ? അതുവരെ, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ, അതിൽ ഫിക്സഡ് അസറ്റും വരുന്നുണ്ട്, പെർമനന്റ് കറണ്ട് അസറ്റുകളും വരുന്നുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഫിനാൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്? ലോങ് ടേം പ്ലസ് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. കാരണം ഇത് നിർബന്ധമാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചേ പറ്റും, മനസ്സിലല്ലേ? ബാക്കി വരുന്നത്, ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സീസൺ ആണ്. അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല. ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ ഗതിയിലേക്ക് എന്ത് ചെയ്യും? മടങ്ങി വരും. ഈ ലൈനിലേക്ക് തന്നെ മടങ്ങി വരും. ക്ലിയർ? അപ്പൊ അതാണ് എന്താ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏരിയയിൽ ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ ഏതാണ്? ഷോർട്ട് ടേം ഡെപ്റ്റുകളാണ്. അതുപോലെ തന്നെ കറണ്ട് അസറ്റുകൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ പെർമനന്റ് കറണ്ട് അസറ്റുകൾക്ക് ഈ ഏരിയയിലെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ലോങ് ടേം ഫണ്ടുകളാണ്. അതാണ് ഹെഡ്ജിങ്ങിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് കൺസർവേറ്റീവ് അപ്രോച്ച് ആണ്. കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, this approach suggests that the estimated requirement of total funds should be met from long-term sources. The use of short-term funds should be restricted to only emergency situations or when there is an unexpected outflow of fund. ഇപ്പൊ ഇതിൽ പറയുന്നത് സാധാരണ നമ്മുടെ ടോട്ടൽ ഫണ്ടിന്റെ റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടത് ലോങ് ടേം സോഴ്സിൽ നിന്ന് എന്നാണ് പറയുന്നത്, മനസ്സിലല്ലേ? ഷോർട്ട് ടേം ഫണ്ട് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ്, എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രം, മനസ്സിലായില്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഷോർട്ട് ടേം ഫണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ സമയങ്ങളിൽ മാത്രമേ ഷോർട്ട് ടേം ഫണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കി ഉള്ള എല്ലാ എസ്റ്റിമേറ്റഡ് റിക്വയർമെന്റിനും എന്താണ്? ലോങ് ടേം ഫണ്ടുകളാണ് ഏറ്റവും നല്ലത്. ലോങ് ടേം സോഴ്സസിലുള്ള ഫണ്ടുകളാണ് ഏറ്റവും നല്ലത് എന്നാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. ഈ കൺസർവേറ്റീവ് അപ്രോച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരെന്തല്ല കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ അവർ റെഡിയല്ല, മനസ്സിലായില്ലേ? അപ്പം ഈ കൺസർവേറ്റീവ് അപ്രോച്ച് പ്രകാരം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്യാരി ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, നമ്മൾ കൂടുതൽ കറണ്ട് അസറ്റ് നമ്മളെ കയ്യിൽ കരുതണം, മനസ്സിലായില്ലേ? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഷോർട്ട് ടേം ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കേസിൽ എന്താണ്? ഹയർ ലിക്വിഡിറ്റി ലെവൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ടു മീറ്റ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? നമ്മൾ ഈ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ നമ്മളെ ഇൻവെന്ററിയിൽ ഒരുപാട് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതാണ് ഹയർ ലിക്വിഡിറ്റി ലെവൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ടു മീറ്റ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിതിങ്ങനെ കുറെ ഉണ്ടാക്കി വെക്കും. എപ്പോഴാണോ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചിലവാക്കും. അല്ലാതെ നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ പോലെ സീസൺ വരുന്ന സമയത്ത് നമ്മൾ വേറൊരു ഫണ്ടും അല്ലാത്ത സമയത്ത് വേറൊരു ഫണ്ട്, ലോങ് ടേം ഫണ്ടും ഉപയോഗിക്കുക എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ എന്താണ്, എല്ലാ ആവശ്യങ്ങൾക്കും ലോങ് ടേം ഫണ്ടുകൾ തന്നെ, ലോങ് ടേം സോഴ്സസിലുള്ള ഫണ്ടുകൾ തന്നെ ഉപയോഗിക്കുക. എമർജൻസി സിറ്റുവേഷൻ, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ എന്തുപയോഗിക്കാൻ പാടുള്ളൂ? ഷോർട്ട് ടേം ഫണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ സമയത്ത് നമ്മളെ കയ്യിൽ ഒരുപാട് കറണ്ട് അസറ്റ് വേണ്ടി വരും, ഒരുപാട് ഹൈ ലിക്വിഡിറ്റി
ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതാണ് കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും കൃത്യമാണ്. അതായത് ഒരു പരിധി വരെ, ഈ പരിധി വരെ എന്താണ്, നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് ഉപയോഗിച്ച് പെർമനൻ്റ് ആണെങ്കിൽ പെർമനൻറ്റ് കറണ്ട് അസറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടുകൾ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ മറിച്ച് ഈ ഫ്ലക്ച്വേഷൻസ്, എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഷോർട്ട് ടേം ഡെപ്റ്റുകൾ ഉപയോഗിക്കുന്നുള്ളൂ. നേരെ മറിച്ച് മറ്റേ കേസിൽ എന്തായിരുന്നു, ഹെഡ്ജിങ് അപ്രോച്ചിൽ ഇവിടുന്ന്, അതായത് ഈ പെർമനന്റ് കറണ്ട് അസറ്റുകളുടെ മുകളിൽ, ഓവർ ആൻഡ് എബവ് ദ പെർമനന്റ് കറണ്ട് അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് വരുന്നത് ഫുള്ള് ഷോർട്ട് ടേം ഫണ്ടുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഹെഡ്ജിങ്ങിൽ പറയുന്നത്. കൺസർവേറ്റീവിൽ പറയുന്നത് എന്താണ്, ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കണ്ടില്ലേ, അതാണെന്ത്, എമർജൻസി സിറ്റുവേഷൻസ്. അല്ലാതെ നോർമൽ കേസുകളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഇതിന്റെ എമർജൻസി സിറ്റുവേഷൻസ്, ഇതിന്റെയും മുകളിൽ, ഈ ലൈനിന്റെയും മുകളിൽ എമർജൻസി സിറ്റുവേഷൻസ് എന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഷോർട്ട് ടേം ഡെപ്റ്റുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് അഗ്രസീവ് അപ്രോച്ച് ആണ്. അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ദ ഫേം ഡിസൈഡ് ടു ഫിനാൻസ് എ പാർട്ട് ഓഫ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബൈ ഷോർട്ട് ടേം സോഴ്സസ്. ഇതിൽ രണ്ടിലും പറയാത്ത വേറൊരു സംഗതിയാണ് എന്ത്, അഗ്രസീവ് എന്ന് പറയുന്നത്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഈ ഓരോ ഫേമുകളും എന്ത് ചെയ്യുന്നു, അവരുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ഏത് ഉപയോഗിക്കുന്നുണ്ട്, ഷോർട്ട് ടേം സോഴ്സസും ഉപയോഗിക്കുന്നുണ്ട്. ലോങ് ടേമിന് പുറമെ അവരുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ട് ടേം സോഴ്സസ് ഫണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ദ അഗ്രസീവ് പോളിസി സിക്സ് ടു മിനിമൈസ് എക്സസ് ലിക്വിഡിറ്റി വൈൽ മീറ്റിംഗ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. അപ്പൊ അവിടെ എന്താണ്, ഈ ലിക്വിഡിറ്റി എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അഗ്രസീവ് അപ്രോച്ച്. സോ അല്ലേ, അതായത് ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് ലിക്വിഡിറ്റി മാക്സിമം എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. ദ ഫേം മേ അക്സെപ്റ്റ് ഈവൻ ഗ്രേറ്റർ റിസ്ക് ഓഫ് ഇൻസോൾവൻസി ഇൻ ഓർഡർ ടു സേവ് കോസ്റ്റ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ്. ഇവിടെ എന്താണ്, ലോങ് ടേം ഫിനാൻസിങ്ങിലെ കോസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ റിസ്കുകൾ എടുത്ത്, ഇൻസോൾവൻസി വരെ ആയേക്കാവുന്ന ഗ്രേറ്റർ റിസ്കുകളൊക്കെ എടുത്ത് ഇവരെന്ത് ചെയ്യാണ്, ലോങ് ടേം ഫിനാൻസിങ് കോസ്റ്റ് സേവ് ചെയ്യാണ്. The trade-off between risk and profitability depends largely on the financial manager's attitude towards risk. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ മാനേജറുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് എന്ത്, റിസ്കിന്റെയും പ്രോഫിറ്റബിലിറ്റിന്റെയും ട്രേഡ് ഓഫ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അതിന് മെയിനായിട്ട് 3 ഫാക്ടറുകളാണ്. ഒന്ന് ആ മിക്സിലുള്ള ഫ്ലെക്സിബിലിറ്റി, 2 കോസ്റ്റ് ഓഫ് ഫിനാൻസ്, 3 റിസ്ക് അറ്റാച്ച്ഡ് വിത്ത് ഫിനാൻസിങ് മിക്സ്. ഓക്കെ, ഈ 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്, അഗ്രസീവ് അപ്രോച്ചിന്റെ റിസ്ക് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ പെർമനന്റ് കറണ്ട് അസറ്റിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തുപയോഗിച്ചാണ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ഒരു പരിധി വരെ എന്താണ്, ലോങ് ടേം കുറച്ചു നമ്മൾ, മറ്റത് ഇവിടം വരെ ഉണ്ടായിരുന്ന ലോങ് ടേം അത് കുറച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ ലോങ് ടേം ഉപയോഗിച്ച് ബാക്കിയുള്ള ഏരിയകൾ, ബാക്കി വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലോസും അതിന്റെ മുകളിലും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പരിധി വരെ ഏതാണ്, കറണ്ട് അസറ്റിന്റെ ഒരു പരിധി വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഷോർട്ട് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ പകുതിയോളം ഏതാണ്, ലോങ് ടേം. അപ്പം മാക്സിമം ലോങ് ടേം ഡെപ്റ്റ് കുറച്ചിട്ട് ഷോർട്ട് ടേം ഡെപ്റ്റ് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്രയാണ് ഇതിന്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇത് എസ് എ ആയിട്ടും ചോദിക്കാറുണ്ട്, ഷോർട്ട് എസ് എ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.